സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് മുസ്ലിമുകൾക്കിടയിൽ. അത് കോൺഗ്രസിൽ നിന്നായാലും കമ്മ്യൂണിസ്റ്റിൽ നിന്നായാലും ആ കുടുംബത്തോടുള്ള വിധേയത്വം അതല്ലെങ്കിൽ ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും വാദിച്ച് മത്സരിച്ച് കൊടുക്കുന്നൊരു സ്ഥാനമാനമാണ്. അതൊരു ആത്മീയ സ്ഥാനമാണെന്നാണ് കരുതപ്പെടുന്നത്. അതെങ്ങനെയാണ് ആത്മീയ സ്ഥാനം എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അതേ സമുദായത്തിൽ നിന്നുള്ള ആര്യാടൻ മുഹമ്മദ് പോലെയുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൽ അങ്ങനൊരു സ്ഥാനത്തിന് ഒരു വിലയുമില്ല, എല്ലാവരും തുല്യരാണ്, ഇസ്ലാമിക സഹോദരങ്ങളെല്ലാം തുല്യരാണ്. അങ്ങനൊരു സ്ഥാനത്തിനോ മാനത്തിനോ അദ്ദേഹം മരിച്ചുപോയി. ആര്യാടൻ മുഹമ്മദ് ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന കുടുംബം, ഇന്ന വ്യക്തി, ഇന്ന പ്രധാനപ്പെട്ടത് എന്നൊരു സ്ഥാനം ഇസ്ലാമിലില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സ്നേഹത്തോടെയും സാഹോദര്യത്തിനും വേണ്ടി നിലനിൽക്കുന്നു എന്ന മാതിരിയാണ് പലപ്പോഴും അദ്ദേഹം ഇടപഴകാറുള്ളത്. പലപ്പോഴും സ്നേഹത്തിൻ്റെ മുഖമായിട്ടും മതേതരത്തിൻ്റെ മുഖമായിട്ടൊക്കെ ആണ് നിലകൊള്ളുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുർക്കി അതല്ലെങ്കിൽ ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്ത് അവിടുത്തെ പ്രസിഡൻറ്റ് എർഡോഗൻ ഹാഗിയ സോഫിയ എന്ന ഒരു ക്രിസ്ത്യൻ ദേവാലയം പിടിച്ചെടുത്തു. സമാധാനപരമായിട്ടാണ്. കാരണം സമാധാനപരമായിട്ട് ചെയ്ത് അവിടെ ആരും അതിനെ പ്രതിഷേധിക്കാനൊന്നും വരാത്ത രീതിയിലാണ് അദ്ദേഹം ആ രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ഇടവേളയിൽ വെച്ച് PFIയുടെ ഫണ്ടിങ് പോലും വരുന്നത് ടർക്കിയിൽ നിന്നാണെന്നും അങ്ങനെയുള്ള പല വലിയ വലിയ പുരസ്കാരങ്ങളുള്ള രാജ്യമാണ് ഈ ടർക്കി എന്ന് പറയുന്നത്. എല്ലാവിധ സമാധാന മതത്തിനുള്ള സൗകര്യങ്ങളും നൽകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ ഹാഗിയ സോഫിയ എന്ന് പറഞ്ഞ ആ ഒരു ക്രിസ്തീയ ദേവാലയം അവരുടെ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രപരമായിട്ടുള്ളൊരു വലിയൊരു ദേവാലയമാണ്. അത് എർഡോഗൻ ടർക്കിയിൽ സംഭവിക്കുന്നു. അപ്പോൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമ്പോൾ ടർക്കി എന്ന ഒരു രാജ്യത്ത് ഒരു ക്രിസ്ത്യൻ പള്ളി അതിർത്തികൾക്കപ്പുറം ഇത് സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഈവൻ കേരളത്തിലെ ക്രൈസ്തവരോ ഹിന്ദുക്കളോ, ക്രൈസ്തവർ പ്രത്യേകിച്ച് ക്രൈസ്തവ ദേവാലയം ആണല്ലോ പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ക്രൈസ്തവരൊന്നും അതിനെ ഒരു വലിയ കാര്യമായിട്ട് കണക്കിലെടുത്തില്ല, കേരള ക്രൈസ്തവർ. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ഈ സാദിഖ് ഇക്ക, നമുക്ക് അത് ആത്മീയാചാര്യൻ എന്ന് പറയുന്നത് അവർക്കാണ്. എനിക്ക് ഒരു സാദിഖ് ഇക്ക, അദ്ദേഹം എന്നെക്കാളും പ്രായത്തിലും കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചേട്ടൻ, സാദിഖ് ചേട്ടനോ അങ്ങനെ ഒരു വ്യക്തി, ആ മൂത്ത വ്യക്തി ചന്ദ്രികയിൽ എഴുതി. അത് നന്നായി. ഏത് നമ്മുടെ ഹാഗിയ സോഫി എന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം വിഭാഗം ഏറ്റെടുത്തത് വളരെ നന്നായെന്നാണ് സാദിഖ് ചേട്ടൻ്റെ ഒരു വാദം. ചന്ദ്രികയിൽ മുഖപത്രത്തിൽ എഴുതിയിരിക്കുകയാണ് ഇദ്ദേഹം. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യം ആയതുകൊണ്ട്. വല്ല കാട്ടറബികളുടെ നാടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. കാട്ടറബികളാണെങ്കിൽ പറയും ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയും. അത് ബഹുഭൂരിപക്ഷം വരുമ്പോൾ നമ്മുടെ കാന്തപുരം മുസ്ലിയാർ ഒരിക്കൽ ഏഷ്യാനെറ്റിലെ ജിമ്മിയോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഭൂരിപക്ഷം വരുമ്പോൾ ഞങ്ങളുടെ ഭരണം വരും, അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കളി കളിക്കും എന്ന്. കാന്തപുരം ജെയിംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കണ്ടതാണ്, റീലായിട്ട് കിടപ്പുണ്ട് പല ഇതിലും, ഫേസ്ബുക്കിൽ അവിടെ ഇവിടെ കിടപ്പുണ്ട്. ഈ ജെയിംസ് അല്ലെങ്കിൽ ജിമ്മി എന്ന ഒരു പത്രപ്രവർത്തനോട് കാന്തപുരം വ്യക്തമായിട്ട് പറയുകയാണ്, ഞങ്ങൾ ഭൂരിപക്ഷത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ കളി വേറെയാണ്, പക്ഷെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഞങ്ങളുടെ കളി വേറെയാണ് എന്നുള്ളൊരു ഇത്. അപ്പം ഞാൻ തിരിച്ച് ഹാഗിയ സോഫിയ എന്ന ആ ഒരു ക്രിസ്തീയ ദേവാലയത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ സാദിഖ് ചേട്ടൻ, ഈ പാണക്കാട് ഉള്ള ഒരു സാദിഖ് ചേട്ടൻ മുസ്ലിം ലീഗിൻ്റെ ആരോ എന്ന് പറയുന്നത് ജനാധിപത്യ സ്ഥാനമൊന്നും അദ്ദേഹത്തിന് ഇല്ല. പക്ഷേ ഇവർ പറയുന്നു എല്ലാം ആണെന്ന് പറയണു. ഈ സാദിഖ് ചേട്ടൻ്റെ കണക്ക് കൂട്ട് ഇത് ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഐഡിയോളജി, അതല്ലെങ്കിൽ ഫിലോസഫി. ഈ ഫിലോസഫി പ്രകാരം ഞാനൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഗ്യാൻ വാപ്പി ശിവക്ഷേത്രമായിരുന്നു. 1600കളിൽ ഔറംഗസേബ് എന്ന മുസ്ലിം ഒരു രാജാവ് ശിവക്ഷേത്രം പിടിച്ചെടുത്താണ് ഗ്യാൻ വാപ്പി ഒരു മുസ്ലിം മസ്ജിദാക്കി ഇന്ന് ഇന്ത്യയിൽ നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ കുറേ ഇസ്ലാമിക് കോൺക്രേഴ്സ് ഇങ്ങനെ കുറേ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. പലപ്പോഴായിട്ട് ടിപ്പു സുൽത്താൻ നമ്മുടെ നാട്ടിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. സമ്പാളൂർ പള്ളി കേരളത്തിലാണ്. അവിടെ പോയി നിങ്ങൾ കാണണം ടിപ്പു സുൽത്താൻ പൊളിച്ചിട്ടിരിക്കുന്ന 500 വർഷമുള്ള പള്ളി.
അപ്പോൾ ഇതുപോലെ കുറേ വിക്രികൾ അധികാരത്തിലിരുന്നും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാൻ വാപ്പി ക്ഷേത്രം സാദിഖ് ചേട്ടൻ, നമ്മുടെ സാദിഖ് ചേട്ടൻ ചന്ദ്രികയിൽ വന്നിട്ട് ഒരു എഴുതാമോ, ഇത് ഹിന്ദുക്കളുടെ ശിവക്ഷേത്രമായിരുന്നു, നമ്മൾ സന്തോഷത്തോടെ ഇത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം, ഞങ്ങൾ വരും. ക്രിസ്ത്യാനികളെല്ലാവരും ഉണ്ടാവും, ക്രിസ്ത്യാനികളും ഉണ്ടാവും, ഹിന്ദുക്കളും ഉണ്ടാവും. സാദിഖേട്ടൻ മുസ്ലിംസിനെ പിടിച്ചാൽ മതി, മുസ്ലിം ലീഗും കൂടി വന്ന് ചന്ദ്രികയിൽ ഒരു എഴുതിയാൽ മതി. ഗ്യാൻ വാപ്പി എന്ന ശിവക്ഷേത്രം ഹിന്ദുക്കൾക്ക് അധികാരപ്പെട്ട ശിവക്ഷേത്രമാണ്. അവിടെ ഒരു മസ്ജിദ് ഔറംഗസേബ് 1600-കളിൽ പിടിച്ചെടുത്ത് ചെയ്ത് ഒന്നും ശരിയായില്ല. അതുമല്ലെങ്കിൽ താങ്കളൊരു ചന്ദ്രികയിൽ എഴുതിയാൽ മതി, മോഡിജി ഇതിനെപ്പറ്റിയൊരു എർഡോഗൻ ടർക്കിയിൽ ചെയ്തോണം, മോഡിജി ഇതിനെപ്പറ്റിയൊരു പ്രസ്താവന ഇറക്കുക, പിറ്റേ ദിവസം മുതൽ ഈ ക്ഷേത്രം ഒന്നുമല്ലാണ്ട് നമുക്ക് കോടതിയോ ഇതൊന്നും വേണ്ടല്ലോ. കാരണം അതേ ഫിലോസഫി ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ പള്ളി എർഡോഗൻ പിടിച്ചെടുത്തത് നമ്മൾ അധികൃതർക്ക് ഒപ്പമുള്ള അപ്പുറമുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ച് സാദിഖ് ചേട്ടന് ഒരു അഭിപ്രായമുണ്ട്. അതേ അഭിപ്രായം നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരാണ്. ശിവക്ഷേത്രം പിടിച്ചെടുത്ത ഗ്യാൻവാപ്പി ശിവക്ഷേത്രം ചന്ദ്രികയിൽ എഴുതണം താങ്കൾ. ഞാൻ വിനീതമായിട്ട് താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ താങ്കളുടെ കുറേ ആത്മീയ ആചാര്യന്മാർ ചുറ്റുവട്ടത്തുള്ളവരുണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അവരും കൂടി പറയണം ഗ്യാൻവാപ്പി ശിവക്ഷേത്രമാണ്, അതിന് തെളിവുകളെല്ലാം ഉണ്ട്, ആ സാധനം ഹിന്ദു സഹോദരന്മാർക്ക് വിട്ടുകൊടുക്കണം സ്നേഹത്തോടെ എന്നൊരു എഴുതാൻ പറ്റുമെന്ന് ഞാനെൻ്റെ എളിയ മനസ്സിൽ വന്നൊരു ചിന്ത ഞാനൊന്ന് മുന്നോട്ട് വെച്ചു എന്നേ ഉള്ളൂ. കാരണം താങ്കളുടെ ഫിലോസഫി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഗിയ സോഫിയ എർഡോഗൻ മുസ്ലിം സമുദായത്തിന് വേണ്ടി പിടിച്ചെടുത്തു, അത് അവരുടെ പോലും ആയിരുന്നില്ല, മുസ്ലിം സമുദായത്തിൻ്റെ പോലും ആയിരുന്നില്ല. എന്നാൽ ഹിന്ദു സമുദായത്തിൻ്റെ ഈ ഗ്യാൻ വാപ്പി ക്ഷേത്രം ശിവക്ഷേത്രം ഹിന്ദുക്കൾക്ക് നല്ല മനസ്സോടെ കൊടുക്കുന്നു. ബാക്കി പിടിച്ചെടുത്ത ക്ഷേത്രങ്ങളും പിന്നെ നമുക്ക് പറയാം അതെങ്ങനെയാണ് എന്ന് സാദിഖേട്ടൻ എഴുതണം, ചന്ദ്രികയിൽ എഴുതണം. ഈ സാദിഖേട്ടൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലോ, വരാപ്പുഴ മെത്രാൻ്റെ അടുത്ത് വന്നിട്ട് ഒരു തക്കി ഇറക്കി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർ പറ്റിക്കാൻ വന്നാന്നൊക്കെ ഇരുന്ന് ചിലർ പറയണേ. സാദിഖേട്ടൻ വന്നിട്ട് ചിരിച്ചു വന്നിട്ട് ഇനിയിപ്പോൾ വേളാങ്കണ്ണി പള്ളി ഇതാന്നാ പറയണേ, വക്കഫാന്നാ പറയണേ. അപ്പോൾ വക്കഫിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചിരിച്ചുകൊണ്ട് വരുമെന്നും അത് പറ്റിക്കാനാണെന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല, അത് അങ്ങനെ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ സാദിഖേട്ടൻ അതൊന്ന് ക്ലിയർ ആക്കണം, പറ്റിക്കാൻ വന്നതാണോ എന്നുള്ളത് ഒന്ന് ക്ലിയർ ആക്കണം. നമുക്ക് പോകവേ വേറെ വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എളിമയോടെ ഞാൻ പറയുന്നത് സാദിഖേട്ടൻ ചന്ദ്രികയിൽ എഴുതണം, ഗാൻവ്യാപി ക്ഷേത്രം ഹിന്ദു സഹോദരന്മാരെയാണ്, അത് നല്ല മനസ്സോടെ വിട്ടുകൊടുക്കുന്നു, കോടതിയോ അലമ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുക. ഹാഗിയ സാഫിയ ഫിലോസഫി, അത്രേ ഉള്ളൂ.